അലീനയുടെയും മനുവിൻ്റെയും പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കൃഷ്ണമോളുടെ സങ്കടം കണ്ട് ബാലേന്ദ്രൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് കൃഷ്ണമോൾ പറയാണ്, അത് അച്ഛൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യത്തില്ല അച്ഛാ എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഒരാൾ പറയുന്ന കേട്ടോ ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ ഒരിക്കലും നിൻ്റെ അമ്മയെ സംശയിക്കത്തില്ല, കൃത്യമായ തെളിവോടെ മാത്രമേ ഞാനിത് പറയത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പം ഒന്നും മനസ്സിലാവാതെ പാവം കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം എവിടെ പോയെന്നാണ് മോൾ വിചാരിച്ചിരിക്കുന്നത്? അച്ഛൻ കുടിച്ച് നടന്നതൊന്നുമല്ല. ആ സമയത്ത് ഗംഗാധര അങ്കിളിൻ്റെ അടുത്ത് പോയിരുന്നതാണ്. അവിടെ അങ്കിളിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അങ്കിൾ അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇപ്പം വന്ന് പ്രശ്നം നടക്കുന്ന രാജീവ് അങ്കിളല്ലോ, ആ അങ്കിളിനും മുത്തശ്ശിക്കും എല്ലാവർക്കും ഈ കാര്യം അറിയാം. എല്ലാവരും കൂട്ടത്തോടെയാണ് അച്ഛനെ ചതിച്ചത്. അച്ഛനും ഒരു മനുഷ്യനല്ലേ മോളെ എന്ന് പറയാണ്. അച്ഛൻ അറിഞ്ഞിട്ടുള്ള കാര്യം മോളുടെ അമ്മ അറിഞ്ഞാൽ അമ്മ ഒന്നീ ഡൈവേഴ്സ് ചെയ്തു പോവും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇത് രണ്ടും ആകാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയാത്തത്. പിന്നെ അച്ഛൻ്റെ സങ്കടം എങ്ങനെയെങ്കിലും തീർക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല ഒരാളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പം അച്ഛനൊരു സമാധാനമായി. അച്ഛൻ ഇത് ആരോടും പറയാതെ മനസ്സിലിങ്ങി വിങ്ങി വെച്ചുകൊണ്ട് നടന്നതാണ്. ഭരേന്ദ്രൻ പൊട്ടിക്കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായി. കൂടെ കൃഷ്ണമോളും കരയുന്നുണ്ട്. അച്ഛാ ശരി, അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെ. ഇതും നമ്മുടെ അലീന ചേച്ചിയും തമ്മിലൊരു ബന്ധവുമില്ലല്ലോ, അലീന ചേച്ചിയെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ തീരത്തില്ലേ എന്ന് പറയണം. അങ്ങനൊന്നും തീരത്തില്ല മോളെ. അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് എല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിനെ അനാഥാലയത്തിലാക്കി. ആ അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞ് വളർന്ന് ഇപ്പോൾ വലിയ കൊച്ചായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അലീനയാണ് ആ കുട്ടി എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും കൃഷ്ണ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അച്ഛാ അത് തന്നെ, അച്ഛൻ വെറുതെ ഒന്നും പറയുകയല്ല മോളെ, കൃത്യമായ തെളിവുണ്ട്. അതുകൊണ്ടാണ് അലീന നിൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ പറയണം. എന്നിട്ട് ഇനി നീ പറ, ഞാൻ അവളെ ഉപേക്ഷിക്കണോ അതോ അവളെ വീണ്ടും അനാഥാലയത്തിൽ എവിടെയെങ്കിലും കളയണോ എന്ന് ഇപ്പോൾ ചോദിക്കുകയാണ്. പാവം എന്ത് തെറ്റ് ചെയ്ത്, ഇവരെല്ലാവരും കൂടെ ചെയ്ത ക്രൂരതയ്ക്ക് അതെന്ത് തെറ്റ് ചെയ്തു മോളെ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പം കൃഷ്ണ പറയാണ്, എല്ലാവരും കൂടെ ആ പാവത്തിനോട് എന്തൊക്കെ ക്രൂരതയാണ് കാണിക്കുന്നത്, നമ്മുടെ അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ. അതുപോലെ രോഹിത്തേട്ടനും അലീന ചേച്ചിയോട് എന്ത് ക്രൂരതയാണ് കാണിച്ച് ദൈവം പോലും പൊറുക്കത്തില്ല എന്നൊക്കെ കൃഷ്ണ പറയുകയാണ്. ഇനി മോള് പറ, ഞാൻ അലീനെ കൈവിടണോ എന്ന് പറയണം. അപ്പം കൃഷ്ണ തല കൊണ്ട് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് തലയാട്ടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും റൂമിലേക്ക് വരുമ്പോൾ അലീന കിടന്നുറങ്ങണം. അലീനെ കാണുമ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അടുത്ത് നിന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി എന്നിട്ട് പറയാണ്, എൻ്റെ ചേച്ചി എന്നും പറഞ്ഞ് കൃഷ്ണയാണെങ്കിൽ അലീനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തിട്ടും വൈജി അടുത്താണ് കാണിക്കുന്നത്. വൈജിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാണ്. നേരം വെളുത്തു, ഇതുവരെ അലീനെക്കുറിച്ചോ ബാലേന്ദ്രനെക്കുറിച്ചോ കൃഷ്ണയെക്കുറിച്ചോ ഒരു വിവരവും കിട്ടിയില്ല. ഇപ്പോഴും ടെൻഷന് കൃഷ്ണയെക്കുറിച്ചുള്ള അറിയാത്തത് കൊണ്ടൊന്നുമല്ല, ബാലേന്ദ്രനും അലീനയും കൂടെ ഒരുമിച്ചാണോ ഒരിടത്താണ് താമസിക്കുന്നത്, ഇതൊക്കെയാണ് വൈജയുടെ ടെൻഷൻ. ഉടനെ രാജീവിനെ വിളിച്ചിട്ട് പറയാണ്, രാജീവേട്ടാ ഇതുവരെ അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ, നമ്മളെവിടെ പോയി അന്വേഷിക്കും, മനുവിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ ഒരു ബന്ധുവുണ്ടല്ലോ എറണാകുളത്ത്, അവരെ ഒന്ന് വിളിക്കാൻ പറ എന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, നീ എത്ര ടെൻഷൻ അടിക്കേണ്ടതൊന്നുമില്ല, കൃഷ്ണമോളും ഉണ്ടല്ലോ കൂടെ. അല്ല ഇവരെവിടെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടായോ എന്ന് ചോദിക്കുകയാണ്. തിരിച്ച് ബാലേന്ദ്രൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ എന്ന് വൈജ ചോദിക്കുകയാണ്. അപ്പം രാജു പറയണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കേട്ടത്തില്ലല്ലോ, പിന്നെ കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ അവളിനി ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അടിച്ചിറക്കി വിട്ടേയല്ലേ എന്ന് പറയുകയാണ്. അപ്പം വൈജ പറയണം, അവൾക്ക് നാണോ മാനൊന്നുമില്ല, എങ്ങനെയെങ്കിലും ബാലേന്ദ്രൻ വലിച്ചുകൊണ്ട് വന്നാൽ അവളിങ്ങ് വരും. കാരണം മാത്രമല്ല പോകുന്നതെന്ന് പറഞ്ഞ് നിന്ന് അവൾ ബാലേന്ദ്രൻ്റെ റൂമിൽ പോയപ്പം അങ്ങനെ തീരുമാനം മാറ്റണമെങ്കിൽ എന്ത് കൃത്യമായ കാര്യമുണ്ട്, ചിലപ്പം ബാലേന്ദ്രൻ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നാൽ എന്തോ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ രാജീവൻ പറയണം, നീ ടെൻഷൻ അടിക്കേണ്ട, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, അത് നമുക്ക് അന്നേരം എന്തെങ്കിലും ചെയ്യാം. എന്തായാലും രാജീവേട്ടൻ ഒന്ന് മനുവിനോട് സംസാരിക്കുക, ഒന്ന് വിളിക്കാൻ പറ എന്ന് പറയുകയാണ്. രാജീവ് ഫോൺ വെച്ചിട്ട് ആലോചിക്കുകയാണ്. പിന്നെ നേരെ വന്ന് മനുവിൻ്റെ അടുത്ത് പറയണം, മനു നീ ആ അലീനയുടെ ഒരു കസിന് ഒരു ബന്ധുവുണ്ടല്ലോ എറണാകുളത്തുള്ളത്, അവരെ ഒന്ന് വിളിക്കാൻ പറയുകയാണ്. അപ്പം അവിടെ അലീന എത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയാലോ. മനു പറയണം, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, നിങ്ങളെല്ലാവരും കൂടെ ഇറക്കി വിട്ടേയല്ലേ, പിന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല കൂടെ ബാലേന്ദ്രനും ചെന്നിട്ടുണ്ടോ എന്തുവാണെന്നൊന്നും അറിയാലോ. അപ്പം മനു പറയണം, നിങ്ങൾക്കൊക്കെ അതാണ് അറിയേണ്ടത്, ബാലേന്ദ്രൻ അങ്കിളും അലീന ഒരുമിച്ചുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം മനു പറയാണ്, ഞാൻ വിളിച്ചായിരുന്നു കൊച്ചാ,
പക്ഷേ അലീന അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് പിന്നെ കാര്യങ്ങളൊന്നും പറയാനും നിന്നില്ല എന്ന് പറയുകയാണ്. അജു പറഞ്ഞു പിന്നെ അവരെങ്ങോട്ട് പോയി? എനിക്കങ്ങനെ അറിയാം, സ്വന്തമായിട്ടൊക്കെ എടുത്ത തീരുമാനമില്ലേ, നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കുക. വല്ല കേസോ എന്തെങ്കിലും വരികയാണെങ്കിൽ സ്വയം അനുഭവിച്ചോളാം. എന്തായാലും കൊച്ചച്ഛന് തിരിച്ച് പോകണ്ടാന്ന് തോന്നുന്നു, അങ്ങനെ വിചാരിച്ചാന്ന് തോന്നുന്നു വന്നേ എന്നും മനു പറയുകയാണ്. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? രാജീവ് ചോദിക്കുകയാണ്. അല്ല, അതുകൊണ്ടല്ലേ കൊച്ചച്ഛൻ ഒരു വീട്ടിൽ ചെന്ന് ആക്രമിച്ച് അവിടെ നിന്ന് ആ അലീനയെ പിടിച്ച് പുറത്താക്കിയത്. നീ അവരുണ്ടെന്ന് കേസ് കൊടുത്താൽ കൊച്ചച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്നൊക്കെ പറയാണ്. നീ അങ്ങനെ എന്നെ പേടിപ്പിക്കില്ലെന്നും പറഞ്ഞ് രാജീവ് ഡയലോഗ് അടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. നേരം വെളുത്തപ്പോഴത്തേക്ക് അലീന ഉണരുമ്പോൾ കൃഷ്ണയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കൃഷ്ണയെന്ന് നോക്കി അങ്ങനെ അലീന എണീക്കുകയാണ്. അലീന എണീച്ചിട്ട് ഒരു കോഫിയൊക്കെ പുറത്തിരുന്ന് ബാലേന്ദ്രനെ കൊണ്ടു കൊടുക്കുവാണ്. അപ്പം ബാലേന്ദ്രനെ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്ന അലീന നീ ഇവിടെ ഇരിക്കുക എന്ന് പറയണം. അപ്പം അങ്ങനെ അലീന അവിടെ ഇരുന്ന് ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കണം. എൻ്റെ കാര്യങ്ങൾ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, സാറല്ലേ തീരുമാനിക്കുന്നതെന്ന് പറയുകയാണ്. സാറ് തിരിച്ചു പൊക്കോ, കൃഷ്ണമോളെയും കൊണ്ട് പൊക്കോ, കൃഷ്ണമോൾക്ക് പഠിക്കാൻ പോകണ്ടേ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ പോവുകയാണെങ്കിൽ കൂടെ നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ വരുന്നില്ല സാറേ, എന്നെ ഇതിൽ നിന്ന് ഞാനില്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മാഡത്തിന് ഒരു പ്രശ്നമില്ല, ഞാനായിട്ട് ചെന്നാലേ ഉള്ളൂ പ്രശ്നം. അതുപോലെ പഴയ രീതിയിൽ ജീവിക്കാനും പറ്റും, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ സാറേ എന്ന് പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ അങ്ങനെ നിന്നെ വിടത്തില്ലെന്ന് അറിയാലോ നിനക്ക്. നീ എനിക്ക് മോളായി പിറക്കേണ്ടതാണ്, എൻ്റെ മൂത്ത മോൾ. അപ്പം എൻ്റെ മോളെ ഞാൻ കൈവിടത്തില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വിഷമം വരുന്നുണ്ട്. സമയത്ത് നമ്മുടെ കൃഷ്ണമോള് എണീച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്തിട്ട് സംസാരിക്കുകയാണ്. അല്ല സാറേ, കൃഷ്ണയ്ക്ക് ആണെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകണ്ടേ, അവിടെ ക്ലാസ് കളയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങോട്ട് കൃഷ്ണമോള് വരുന്നു. ബാലേന്ദ്രൻ പറയാണ് മോളെ, അലീന പറയുന്നത് അവളെ എവിടെയെങ്കിലും ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ, നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ കൃഷ്ണ പറയുന്നു നമ്മൾ അങ്ങനെ പോകത്തില്ലല്ലോ, ഇനി എപ്പോഴായാലും അലീന ചേച്ചി വരാതെ നമ്മൾ പോകത്തില്ല എന്ന് പറയുകയാണ്. അലീന ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഞെട്ടുവാണ്. ഇന്നലെ വരെ ഇങ്ങനൊന്നും അല്ലായിരുന്നു കൃഷ്ണൻ്റെ അഭിപ്രായം, പെട്ടെന്ന് എന്ത് പറ്റിയെന്നുള്ള ഒരു സംശയത്തിൽ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് നീ നോക്കണ്ട, അവളുടെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളെന്ന് പറയുന്നു. അപ്പം അലീന പറയാണ് മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു പോയിട്ട് മോള് സ്കൂളിലൊക്കെ പോകും, ഞാൻ വന്നു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ സ്വഭാവം മാറും, എന്തിനാ വെറുതെ ഒരു പ്രശ്നം എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയണം ചേച്ചി ഇല്ലാതെ ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ചേച്ചിക്ക് എപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് തോന്നുമ്പോൾ അപ്പം നമുക്ക് തിരിച്ചു പോവാം, അല്ലാതെ ഇനി ചേച്ചിയില്ല പോകത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പതുക്കെ ഫോൺ ഓണാക്കുമ്പോൾ ഉടനെ തന്നെ മനുവിൻ്റെ കോളാണ് വരുന്നത്. അപ്പം ബാലേന്ദ്രൻ പറയണം മനുവിൻ്റെ കോളാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. കുറേ നേരം ബെല്ലടിച്ചിട്ട് ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നു. അങ്കിൾ എന്താ, എവിടെയാണ് ഇത്, ഒന്നും പറയാതെ ഇത് എവിടെ പോയേക്കുവാ എന്ന് ചോദിക്കുകയാണ്. എന്താ മനു കാര്യം എന്താ? അല്ല, അലീന അങ്കിളിൻ്റെ കൂടെ ഉണ്ടോ? അതെന്തിനാ നീ അറിയുന്നത്? എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും കൃഷ്ണമോളും മാത്രമാണല്ലോ ഇറങ്ങിയത്, അലീനയെ അവരെ ഇറക്കി വിട്ടില്ലേ, അലീന എവിടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം എന്ന് പറയണം. അങ്കിളെ ചുമ്മാ പറയല്ലേ, അങ്കിളെ അവളെ എന്തായാലും പിക്ക് ചെയ്ത് കാണും, അവളെ കൂടെ കൂട്ടിക്കാണുമെന്ന് എനിക്കറിയാം, പറ അങ്കിളെ അലീന കൂടെ ഉണ്ടോ, ഇപ്പം അങ്കിളെ എവിടെയാ എന്ന് പറയാണ്. കുറച്ച് മനുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അലീന ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. പറ അങ്കിളെ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം, എന്താ കാര്യം, എനിക്ക് അങ്കിളിനോട് സംസാരിക്കണം, അലീനയോട് സംസാരിക്കണം, ഞാനല്ലേ അലീനയെ കൊണ്ടുവന്നത്, അങ്ങനെ എനിക്ക് അവളുടെ കാര്യത്തിൽ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. ഞാൻ ലൊക്കേഷൻ പറയാം, പക്ഷേ നീ മാത്രമേ അത് നീ മാത്രമേ അറിയാവൂ, മറ്റൊരാടുത്ത് പറയുകയോ ആരെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയോ ചെയ്യലെന്ന് പറയുന്നു. അപ്പം മനു പറയുന്നു ശരി അങ്കിളെ, ഞാൻ ആരോടും പറയത്തില്ല, അങ്കിൾ പറ എന്ന് പറയണം. അങ്ങനെ എവിടെയാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മനു എത്തുവാണ്. മനു ആ ലൊക്കേഷന് ബാലേന്ദ്രൻ പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിലേക്ക് എത്തുവാണ്. അങ്ങനെ എത്തുമ്പോൾ ഒരു റിസോർട്ടിലേക്കാണ് എത്തുമ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് മനു വരുമ്പോൾ ബാലേന്ദ്രനെയും അതേപോലെ തന്നെ കൃഷ്ണയും അലീനയും കാണുന്നുണ്ട്. അപ്പോൾ അലീനയടുത്ത് വന്ന് മനു ആദ്യം ചോദിക്കുന്നതാണ് ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് പോകുമ്പോൾ എന്നെ ഒന്നൊരു അറിയിക്കണമെന്നുള്ള ഒരു ബോധം പോലും ഇല്ലേ അലീന, എന്തൊരു പണിയാണ് കാണിച്ചേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതെങ്ങനെയാണ്, എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതെ നിൽക്കുക അല്ലെങ്കിൽ കരയുക, അല്ലാതെ തിരിച്ചൊരു മറുപടി ഇല്ലല്ലോ എന്ന് പറയുകയാണ്. നിങ്ങൾ എവിടെയാണെന്നറിയാതെ ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ, അലീന ആരുടെ കൂടാണോ, അങ്കിളിൻ്റെ കൂടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയാൻ വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നും പറഞ്ഞിട്ട് മനു അങ്ങ് ചൂടാവുകയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.